सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यम् दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते. Oh my goodness, Sita, my sweetheart. Sweet morning, my baby queen. അല്ല, സീത എന്താ എൻ്റെ റൂമില്? അയ്യോ സീത, ഞാൻ ഇന്നലെ ഇവിടെയാണോ സ്റ്റേ ചെയ്തേ? സീത അങ്ങനെ ഉണർന്ന പെട്ടെന്ന് തന്നെ ഇവിടെ എസ്കേപ്പ് ആവാം. ഹലോ, അപ്പൊ ഞാൻ പോവാ, നീ ഉറങ്ങിക്കോ. കടവുളെ, എന്തൊരു ക്യൂട്ടാ. നീ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് പോവാനേ തോന്നുന്നില്ല. അർണവ്, നീ ഇത് എവിടെയായിരുന്നു? എടാ, നീയൊക്കെ ഇത് എന്ത് ഭാവിച്ചാ? എനിക്ക് വട്ട് പിടിക്ക. ഞാനൊന്ന് ഉറങ്ങിയിട്ട് എത്രയായെന്നോ? ഐ കാണ്ട്. ഒറ്റപ്പെട്ടുപോയി ഞാൻ. ചത്താലും വേണ്ടിയില്ലെന്ന് തോന്നാം. നീരജ്, എതുക്കാകെ ഇപ്പിടിയെല്ലാം പേസുറേ? നീ അന്ന് മഹിയോട് അങ്ങനെ ചെയ്ത കാരണല്ലേ? നീയായാലും അങ്ങനെയല്ലേ ചെയ്യൂ? നിന്റെ പെണ്ണാ മഹി, എന്നും അവൾ നിന്റെയാ. അവളെ അങ്ങനെ നിനക്ക് നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കൂടാ. നിന്റെ ഒപ്പം ഞങ്ങളും കാണില്ലേ? സോറി, തെറ്റുപറ്റിപ്പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഫുള്ള് വിഷമായിരുന്നു. എങ്ങനെയും മഹിയെ ഇല്ലത്തമ്മാവുന്നത് തടയണമെന്നേ ഞാൻ കരുതിയുള്ളൂ. അതിന് ഞാൻ എൻ്റെ മഹിയെ എന്നെ വെറുക്കല്ലേടാ. ഡേ, അഴാതെ, എനിക്ക് താങ്കാതെടാ, എന്നാളെ മുടിയാത്. അർണവ്, സോറി. സാരില്ല, എനിക്ക് മനസ്സിലാവും. നമുക്കിഷ്ടമുള്ളവരെ സ്വന്താക്കാൻ നമ്മൾ എന്തും ചെയ്തേക്കാം. ബട്ട് അത് അവരെ വേദനിപ്പിക്കുന്ന പോലെ ആവരുത്. അമ്മയുടെ ഫുഡിന്റെ സ്മെല്ല് ഒരു രക്ഷയില്ല. ഇതൊക്കെ സീതമോൾക്ക് ഒരുപാട് ഇഷ്ടാ. അതാ പിന്നെ ഞാൻ. സാവിത്രി, സീതമോൾ എവിടെ? ഞാനിവിടെ ഉണ്ട്. ഫുഡ് കഴിക്കുന്നതിനിടെ നമ്മുടെ നീരജ് മഹിയെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവരെ മൈൻഡ് ഉള്ളാക്കുന്നില്ല. സീത തമ്പുരാട്ടി, രാമൻ നായരെ, ഇങ്ങകത്തേക്ക് വന്നോളാ. ഇരിക്കുക, ഭക്ഷണം കഴിക്കാം. വേണ്ട തമ്പുരാനെ, ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയ. പിന്നെ ഒരു കാര്യം അറിയിക്കാന്ന് വെച്ച വന്നത്. ഇന്നലെ കണ്ണന്റെ ചടങ്ങുകളൊക്കെ നടത്തി. എന്റെ കുട്ടി ഇനിയും ആത്മശാന്തി കിട്ടാണ്ട് അലയണ്ട. അവൻ പോയി വർഷങ്ങളായി. ഞങ്ങളെ വിട്ടു പോയെന്ന് വിശ്വസിക്കാനാവണില്ല. തിരിച്ചു വരുമെന്ന് കരുതി ഇനി എത്രയാന്ന് വെച്ചാ അന്നെന്റെ കുട്ടിയാന്ന് പോലും തിരിച്ചറിയാതെ കത്തിക്കരിഞ്ഞൊരു ദേഹത്തിലേക്ക് എത്തിയ. ഇനിയിപ്പോ അത് അവന്റെ തന്നെ ആയിരുന്നെന്ന് ആശ്വസിച്ച് ജീവിച്ചോളാം ഞങ്ങള്. രാമൻ നായര്, എന്തൊക്കെയാ ഇത്?
എല്ലാരെയും കാലത്തന്നെ ഞാൻ വിഷമിപ്പിച്ചല്ലേ. ക്ഷമിക്കായി വൃദ്ധനോട് ഒരാവശ്യം ഉണർത്തിക്കാൻ കൂടിയാ ഞാൻ വന്നേ. സീതത്തമ്പുരാട്ടി ലത്തമ്മായിരുന്നപ്പോ ആ നിഴലായി നടന്നതുപോലെ ഇനിയും എനിക്ക് കൂടെ നിൽക്കണമെന്നുണ്ട്. അതിന് അനുമതി തരണം. രാമനായരെ, അതെന്തായാലും വേണ്ട. എന്റെ കൂടെയല്ല ഇപ്പൊ നിക്കണ്ടേ, അമ്മൂന്റെ കൂടെയാ. പറ്റില്ല എന്ന് മാത്രം പറയരുത്. എന്റെ നിഴലായി നിന്നതുപോലെ അമ്മൂന്റെ കൂടെയും ഉണ്ടാകണം. അതെ, സീതമോള് പറഞ്ഞതാ ശരി. ഇവിടുത്തെ ഇഷ്ടാച്ച അങ്ങനെ ആവട്ടെ. ഈ കുട്ടിയോൾ ഇവിടെ വന്നിട്ട് നാടൊന്നും മര്യാദക്ക് കാണാൻ പറ്റിയില്ലല്ലോ. കണ്ടു അമ്മ, പാടവും പുഴയും ഒക്കെ മഹി ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. ഋതുമോള് ഈ ഗ്രാമം അത്രയുള്ളൂ എന്നാ വിചാരിച്ച് ഞാൻ കാണിച്ചു തന്നത് ഈ നാടിന്റെ ചെറിയൊരു ഭാഗം മാത്ര. ഇനി എന്തൊക്കെയാ കാണാൻ കിടക്കുന്നേ. സത്യം പറഞ്ഞ അങ്ങോട്ടൊക്കെ പോവാൻ എനിക്ക് പേടിയാ. ചേച്ചിക്കുട്ടി ഫ്രീ ആയോണ്ട് ഇനി നമ്മളെ ചേച്ചി കൊണ്ടുപോകും. അതേ സമയമാണ് നമ്മുടെ സാവിത്രി ആൽബവുമായി വന്നത്. പിന്നെ പണ്ടത്തെ കുറച്ച് സാധനങ്ങൾ. മക്കളെ, നിങ്ങൾക്ക് നേരം പോവാൻ വേണ്ടി ഞാൻ എടുത്തിട്ട് വന്നതാ. വാവ്, ആൽബം. ഇതിലെന്താ അമ്മ? ഇതൊക്കെ സീതമുള്ള ചെറുപ്പത്തിൽ ഉപയോഗിച്ച സാധനങ്ങളാ. ഇതിലാ അവൾക്ക് ഭക്ഷണം കൊടുക്കാറ്. പിന്നെ ഇതില് വെള്ളം. ഇത് സീതമുള്ള കുഞ്ഞ് അരഞ്ഞാണം. ഇയാളിത് എങ്ങോട്ടേ കുറെ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഇങ്ങനെ പോയാ ഇയാളെ രണ്ടു കണ്ട് ഞാൻ തന്നെ കുത്തിപ്പൊട്ടിക്കേണ്ടി വരും. ഇതാണ് അവൾ ചെറുപ്പത്തിൽ ഇട്ടോണ്ടിരുന്ന കുഞ്ഞു കൊലുസ്. പണ്ടിവൾക്ക് എത്ര കൊലുസാ വാങ്ങിക്കാറെന്നോ. എന്നിട്ട് എന്ത് കാര്യം, എന്നും എവിടെയൊക്കെ കൊണ്ടുപോയി കളയും. അമ്മ, അപ്പൊ മഹിയുടെയോ? മഹിയുടെ ഒന്നും ഇവിടെ ഇല്ല മോനെ. അതെല്ലാം വീണമോൾക്ക് കൊടുത്തു. ഓ മൈ ഗോഡ്, ഇത് മഹിയ. എന്ത് ഭംഗിയാ കാണാൻ. സോ ക്യൂട്ട്. ഞാൻ അല്ലേലും ക്യൂട്ടാ. ഇത് ചേച്ചി, ഇത് ഞാൻ. സീത, നീ ചെറുപ്പത്തിൽ നല്ല ക്യൂട്ടാണല്ലോ. അപ്പൊ നമ്മുടെ കുട്ടിയും നിന്നെ പോലാവൂലേ? ഓ ഗോഡ്, എനിക്ക് വയ്യ. ദേ നോക്കി, നിക്കറിട്ട മഹി. എവിടെ നോക്കട്ടെ? ധീരജേട്ടാ, നിക്ക്, നിക്കാൻ. നോ 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 നോ, ഞാൻ നോക്കട്ടെ. മഹി, നീ എന്നോട് ക്ഷമിക്കില്ലേ? പ്ലീസ്. സോറി മഹി. നീരജേട്ടാ പ്ലീസ്, എനിക്ക് ടൈം വേണം. ഇച്ചായന്റെ വീട്ടിലും കാണോ ഇതുപോലൊരു ആൽബം? മേ ബി കാണുമായിരിക്കും. ഓ, അപ്പോ മഹിയുടെ പോലത്തെ ഇങ്ങനത്തെ പിക്കും കാണുമായിരിക്കുമല്ലോ. മേ ബി. ഓഹോ, എനിക്കൊരു പിഴ. അപ്പൊ ഇതായിരുന്നല്ലേ ഇതിന്റെ മനസ്സിലിരിപ്പ്. നിന്നെ ഒന്ന് ശരിയാക്കി തരാടി. അയ്യോ, ഈ കാലമാണ് എന്നെ കൊല്ലാൻ വരുന്നേ.
പോകുന്ന കണ്ടിട്ട്. ആ എല്ലാവരും ഉണ്ടല്ലോ ഉമ്മറത്തിരുന്ന് മഴ കാണാൻ. മഴയായതുകൊണ്ട് ഇവർക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. അല്ല, അച്ചുമോൾ എവിടെ? അവളെ ഞാൻ സ്കൂളിലാക്കി വരുന്ന വഴിയാ. അമ്പലത്തില് മീറ്റിംഗും ഉണ്ടായിരുന്നു. പിന്നെ നാരായണനും മകനും ഒതുങ്ങുന്ന ലക്ഷണമില്ല. സീതയായിരുന്നപ്പോ അച്ഛന്റെയും മകന്റെയും ഭക്തി ഒന്ന് ഒതുങ്ങിയതായിരുന്നു. അച്ഛനും മകനും നല്ല മറുപടി കൊടുക്കണം. അവരുടെ ഒരു ഉദ്ദേശവും നടത്തി കൊടുത്തുകൂടാ. ഞാനിനി എന്തു പറഞ്ഞാലും അതൊന്നും അവര് കേൾക്കില്ല. നിന്റെ കയ്യിലാമോ ഇനിയെല്ലാം. ഒരു ഗ്രാമം തന്നെ നിന്നെ വിശ്വസിച്ച കൂടെ നിൽക്കുന്നേ. ഈ സ്ഥാനം എനിക്ക് ഏൽപ്പിച്ചപ്പോ അച്ഛമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, നിനക്ക് വേണ്ടിയല്ല നീ ജീവിക്കേണ്ടത്, ഈ ഗ്രാമത്തിനു വേണ്ടിയാണെന്ന്. നിന്റെ നന്മയല്ല പ്രധാനം, നാടിന്റെ നന്മയാണെന്ന്. എന്ത് തീരുമാനിച്ചാലും ചിന്തിച്ചാലും ഗ്രാമത്തിന്റെ നന്മയും പുരോഗതിയും ആവണം മുന്നിൽ. ശരി, എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യും. പിന്നെ വെറുതെ ഇവിടെ ഇരിക്കണ്ട, കലാക്ഷേത്രത്തിലേക്ക് ഇറങ്ങണം. ഞാൻ വരാം. എന്തായാലും ഞാൻ വന്ന കാര്യം പറയാം. ഉത്സവത്തിന് എല്ലാവരും എന്തെങ്കിലും പരിപാടികളിൽ പങ്കെടുക്കണം. മഹി, നീയും കൂട്ടുകാരും എന്തെങ്കിലും ചെയ്യണം, കേട്ടല്ലോ? എന്നാ ഞാൻ പോവട്ടെ, പാടത്ത് കൂടെ പോണം. ശരി മോളെ, പോയിട്ട് വാ. ആന്റി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, സീത അല്ലെങ്കിൽ മഹി ഇല്ലത്തമ്മയാവണം എന്നല്ലേ പറഞ്ഞത്? പിന്നെങ്ങനെയാ അമ്മു? അത് അമ്മ രാത്രി ഇല്ലത്തെ മരുമകളായതുകൊണ്ട്. സാവിത്രി, സാവിത്രി, കുട്ടികളെല്ലാവരെയും വിളിക്ക. പട്ടണത്തിൽ നിന്ന് ജൗളിക്കടക്കാരൻ വന്നിട്ടുണ്ട്. വൗ, എന്താ ഇത്? ഇത് എന്തുമാത്രം തുണികളാ! ഇവിടെ എങ്ങനെയാ മോളെ, ഇല്ലത്തുള്ള സ്ത്രീകൾ ആരും പുറത്തുപോയി സാധനങ്ങൾ വാങ്ങാറില്ല. മഹി പുറത്ത് താമസിക്കുന്നതുകൊണ്ട് അവള് പട്ടണത്തിൽ പോയി വല്ലതും വാങ്ങുന്നേ ഉള്ളൂ. വാറിതു ആവശ്യമുള്ള വസ്ത്രങ്ങൾ നോക്കിയെടുത്തോ. മഹി, ഇവിടെയുള്ളവർക്ക് സിറ്റിയിൽ പോയി ഡ്രസ് എടുക്കാൻ ഇഷ്ടല്ലേ? ഇഷ്ടമുണ്ടോ ആവോ. പണ്ടൊക്കെ ഞാനും ചേച്ചിയും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഡ്രസ് എടുക്കാൻ പുറത്തു പോണെന്നൊക്കെ. ബട്ട് നോ യൂസ്, അച്ഛമ്മ സമ്മതിക്കാറില്ല. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ആ, മോൻ പറ. അത് പിന്നെ ഇവിടെ നിന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിലും എത്ര രസമായിരിക്കും പുറത്ത് കടയിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോ. സീതയും അമ്മയൊന്നും പട്ടണത്തിൽ പോവാറില്ലല്ലോ, അവർക്കും അതൊരു... അത് മോൻ പറഞ്ഞത് ശരിയാ. എന്നാലും എന്തെന്നാലും അർണവ് മോൻ പറഞ്ഞതേ നല്ല കാര്യ. അതു പിന്നെ ഇയാൾ ഇതുവരെ വസ്ത്രങ്ങൾ കൊണ്ട് വന്നിട്ട് പിന്നെ ഇല്ലം പൂട്ടി പോവണ്ടേ? അതിനിപ്പോ എന്താ, നാളെ ഇയാളുടെ കടയിൽ തന്നെ പോണം. തനിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ? ഇല്ല തമ്പ്രാട്ടി, എന്റെ കട പട്ടണത്തിലൊരു മാളിന്റെ ഉള്ളിലാ. എത്തുമ്പോ വിളിച്ചാ മതി. എന്നാ നാളെ എല്ലാവരും തയ്യാറായിക്കോളുക. ആദി, ഇല്ലത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാനിവിടെ ഉണ്ടല്ലോ. എനിക്ക് സമാധാനായി. സീത അവളായില്ല. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ അവന്റെ ഒരു അട്ടഹസിക്കല്? എന്താ ഹരി, നിനക്കൊരു വിഷമം? ഒന്നുമില്ല അച്ഛാ. മനസ്സിൽ പകയാണ് ആളി കത്തേണ്ടത്, അല്ലാതെ മറ്റൊന്നുമല്ല. മറക്കണ്ട ഹരി. എന്തായാലും നമ്മൾ കരുതിയ പോലെ സീത പടിയിറങ്ങി. അമ്മു, അവളെ ഭയപ്പെടേണ്ടതില്ല. വരാനിരിക്കുന്ന മഹോത്സവം, അതാണ് നമ്മുടെ മുമ്പിലെ ലക്ഷ്യം. സാവിത്രി മറ്റെല്ലാവരും നല്ല ഒരുക്കത്തിലാണ് കേട്ടോ. എല്ലാ കാര്യം അവരെല്ലാവരും പട്ടണത്തിൽ പോവല്ലേ. എല്ലാവരും റെഡിയായി ഹാളിലേക്ക് വന്നു. എന്നാൽ നമ്മുടെ സീത മാത്രം ഒരുങ്ങിയില്ല. അവള് ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. ചേച്ചി, ഇതുവരെ റെഡി ആയില്ലേ? ചെല്ല് ചെല്ല്, വേഗം ആവട്ടെ. മഹി, അത് പിന്നെ നിങ്ങള് പോയിട്ട് വാ, ഞാനില്ല. സീത, എന്താണോ ഇത്? ദേ, താനില്ലാന്ന് പറഞ്ഞതും എല്ലാവരും വിഷമത്തിലായി. അതുകൊണ്ട് താനില്ലാതെ ഞങ്ങൾ ആരും പോകുന്നില്ല. അതെ, ചേച്ചിക്കുട്ടി ഇല്ലാതെ എങ്ങനെയാ? വാ ചേച്ചി, പ്ലീസ് 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 ചേച്ചി പ്ലീസ്. ശരി ശരി, ഞാൻ വരാം.
ഇതെന്താ മക്കളെ, നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കണേ? എന്തെങ്കിലും സംസാരിക്കേ, എന്നാലല്ലേ യാത്ര രസമാകൂ. ആ അത് പറഞ്ഞപ്പോഴാ നമുക്കെല്ലാവർക്കും അന്താക്ഷരി കളിച്ചാലോ? എന്റെ പൊന്നോ വേണ്ട, ഈ ഋതുവിന്റെ ഒക്കെ കളരാൻ കേട്ടാ അന്നത്തെ ദിവസം പോക്കാം. എടോ സാവിത്രി, എന്നാ താനൊരു പാട്ടുപാട്. ഏയ് ഒന്ന് പോവാതിയേട്ടാ, ഞാനൊന്നുമില്ല. അമ്മ പാട് പ്ലീസ്, ഞങ്ങൾക്ക് വേണ്ടിയല്ലേ, പാടമ്മ. അമ്മ പാട്ട് സൂപ്പർ. എന്റെ രാമ, എന്ത് വലിയ കെട്ടിടങ്ങളാ. മഹി, നിന്റെ അവിടെയും ഇങ്ങനെയൊക്കെയാ? ഇതുപോലല്ല, ഇതിലും വലുതാ. പിന്നെ ഇവിടെ ഇതൊന്നല്ലേ ഉള്ളൂ, അവിടെ കൊറേ ഉണ്ട്. അമ്മയെ ഞാൻ കൊണ്ടുപോവാട്ടോ. ഇവിടെ സംസാരിച്ചു നിൽക്കാതെ വരാ ഇങ്ങോട്ട്. ഇവിടെ കൊറേ ഉണ്ടല്ലോ, നമുക്കിനി വസ്ത്രം വാങ്ങാൻ ഇങ്ങോട്ട് വന്നാ മതി ആര്യേട്ടാ. ഇതൊരു ശീലമാക്കണ്ട താൻ. മഹി, ഇതൊന്ന് ട്രൈ ചെയ്യൂ. ഇഷ്ടായില്ലെങ്കിൽ വേണ്ട. നമ്മുടെ എഗ്നിച്ചായനാണെങ്കിൽ അവിടെയുള്ള ലേഡി സ്റ്റാഫൊക്കെ ആയിട്ട് സംസാരിച്ച് നിൽക്കുവാണ് കേട്ടോ. നമ്മുടെ ഋതുവിന് ചെറുതായിട്ട് ജലസടിച്ചു. ചെറുതായിട്ടെന്നല്ല, കുറച്ച് വലുതായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. എനിവേ, കുട്ടിയുടെ സ്മൈല് കാണാൻ എന്തൊരു ക്യൂട്ടാ. എങ്ങനെ ആകെ ചിരിക്കല്ലേ. അമ്പട, ഇതാണല്ലേ തന്റെ പരിപാടി. ഇപ്പൊ ശരിയാക്കി തരാണ്, കാലമാടാ നീ. പിച്ചായ, ഇവിടെ നിൽക്കാണോ? നമുക്ക് വേഗം ഷോപ്പിംഗ് ചെയ്ത് വീട്ടിലേക്ക് പോകാനുള്ളതാ. കുഞ്ഞൊറ്റയ്ക്കല്ലേ അവിടെ, നമ്മളെ കണ്ടില്ലേലാവും കരയും. വേഗം വന്നേ. സാർ മാരീഡ് ആണോ? അതെ. അതിനിപ്പോ കുട്ടിക്കെന്താ? ഏയ് അല്ല കുട്ടി, അയ്യോ പോവല്ലേ, നിക്ക്. അയ്യോ പോയി. എടി കുരിപ്പേ, നിന്നെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വാടി. വാ, വേഗം പോണ്ടേ നമുക്ക്. ഇനിയിപ്പോ നമ്മളെ കാണാതെ നമ്മുടെ കുഞ്ഞ് കരഞ്ഞാലോ? എന്തിനാ ഇങ്ങനെ അടുത്തേക്ക് വരുന്നത്? ആരെങ്കിലും കാണും. ആഹാ, അത് കൊള്ളാം. എന്റെ കെട്ടിയോളുടെ അടുത്തേക്ക് ഞാൻ വരുന്നത് ആര് കണ്ടാലും എനിക്കെന്താ? അയ്യോ, എന്റെ ഹാർട്ട് ഇപ്പൊ ബ്ലാസ്റ്റ് ആവും. ഇച്ചായ, എന്റെ കൺട്രോള് പോവാ. ഇങ്ങേരെ ഞാൻ വല്ലതും ചെയ്യും. അതിനു മുമ്പ് ഓടാം. മാഡത്തിന് ഏത് കളറും ചെയ്തല്ലോ. മാഡം അത്ര സുന്ദരിയല്ലേ. ഇവരെടുത്തു കൊടുക്കാൻ ലേഡി സ്റ്റാഫ് ഇല്ലേ, പിന്നെന്തിനാ ഇവനിവിടെ? ഫോർ ഗോഡ്, അർണവ്, കൺട്രോൾ കൺട്രോൾ. ഹലോ, അതെ, ഞങ്ങൾ സെലക്ട് ചെയ്തോളാം. ചേട്ടനിപ്പോ ചെല്ല്. മാഡത്തിന് ചേരുന്ന കളർ നോക്കി വന്നിരിക്കുന്നു. വെട്ടിപ്പോട്ടിടുവേ. സോറി സാർ. നിങ്ങൾ ഇവിടെ നിക്കാണോ? ചേച്ചി ഏതെടുത്തേ? ഇതിലേതാ വേണ്ടത്? ഗ്രീൻ വേണ്ട, റെഡ് എടുത്തോ.
മഹി എന്ന പച്ച മതി. എനിക്ക് തെറിയും സീത, നീ ഇപ്പിടി പണ്ടുവന്ന്. അതുകൊണ്ടല്ലേ ഞാൻ റെഡ് കളർ തന്നെ പറഞ്ഞേ. മഹി, സീത എന്തേ? ചേച്ചി വാഷ്റൂമിലേക്ക് പോയി. തനിച്ചാണോ വിട്ടേ? ആ അതെ. എന്താ ചേട്ടാ? ഏയ് നത്തിങ്. മാറി നിക്ക. എനിക്കിപ്പോ ഇയാളായിട്ട് വഴക്കിടാൻ താല്പര്യമില്ല. ഓ കുട്ടി തമ്പുരാട്ടി കുട്ടിയാ, നീക്ക് ദേഷ്യം പിടിച്ചിരിക്കുന്നു കുട്ടിയെ. ഐഷ്, അങ്ങനെ അങ്ങ് പോയാലോ? ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടേന്നേ. ഡാ, എടോ മതി, ആളുകളൊക്കെ നോക്കുന്നു. വാ. ഇയാളിതിനി ഇല്ലത്താരോടും പറയണ്ട. ആദ്യമായിട്ടാ എല്ലാവരും പുറത്തു വരുന്നത്. ഇങ്ങനൊക്കെ ഉണ്ടായിന്നറിഞ്ഞ എല്ലാവരും വിഷമിക്കും. ഓക്കേ. ഉണ്ണി, നീ ഇതെപ്പോ എത്തി? ഞാൻ വന്നിട്ട് ഒരുപാടായി. നിങ്ങൾ ക്ഷീണിച്ചു വന്നതല്ലേ, പോയി വിശ്രമിക്കേ. എല്ലാവരും പോയതും സാവിത്രി മാത്രം അവിടെ നിന്നു. ഉണ്ണി, എന്താ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം അപ്പച്ചി? ഇല്ലത്ത് അമ്മ ഒരു സമാധാനവും തരുന്നില്ല എനിക്ക്. ഉണ്ണി, മോൻ വിഷമിക്കാതെ. അപ്പച്ചി ഒന്ന് ചോദിക്കട്ടെ. ചോദിക്കണ തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല. സീതമോളെ നിനക്ക് വേളി ഒഴിച്ചൂടെ? അപ്പച്ചി, അത് പിന്നെ ഞാൻ അവളെ അങ്ങനെ. പഴയതൊക്കെ മറന്ന് എന്റെ കുട്ടീനെ സ്വീകരിക്കാൻ പറ്റുമോ നിനക്ക്? ചോദിച്ചത് തെറ്റായെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കേടാ മച്ച, ഗുഡ് നൈറ്റ്. എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോകുന്നു. സീതയുടെയും അർണവിന്റെ റൂം അടുത്തടുത്തായ കാരണം കുറച്ചു നേരം അവരൊരുമിച്ച് നടന്നു. സീത, ഇന്നത്തെ ഡേ എങ്ങനെയുണ്ടായിരുന്നു? സീത, താൻ ക്ഷീണിച്ചോ? എടോ, അപ്പൊ എന്റെ റൂമെത്തി. ഞാൻ പോവാ. നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഓ, തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട. അതെ, ഇയാളൊന്നും അവിടെ നിന്നേ. നന്ദിയുണ്ട് ആരോടും ഒന്നും പറയാതിരുന്നതിന്. യു ആർ വെൽക്കം മൈ ലവറസി. എന്താ? ഏയ് നത്തിങ്. പാവം കുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല. വഴിയെ ചേട്ടൻ എല്ലാം പഠിപ്പിച്ചു തരാം. സീത, അവളെ ഞാൻ പെങ്ങളായി കണ്ടതല്ലേ. പിന്നെ അപ്പച്ചി പറഞ്ഞപ്പോ എനിക്ക് എന്തായി പറ്റുന്നേ മഹാദേവ. ഇനി ഞാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചതെല്ലാം വെറുതെ എൻ്റെ ഉള്ളിൽ വിഷമം മാറ്റാൻ വേണ്ടി മാത്രമാണോ? എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇനിയും മനസ്സിൽ ഓരോ ആശകൾ നെയ്തു കൂട്ടിയാ ഞാൻ കരയേണ്ടി വരുമോ? മഹാദേവ, എൻ്റെ സീതപ്പേന് എനിക്ക് തന്നെ കിട്ടുമോ? സീത, ഉൻ പാർവ എന്നെ കൊള്ളതടി. എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ എൻ്റേതാക്കിയിരിക്കും.